ഗോപിക, സുധി, പ്രശാന്ത്, പിന്നെ ശ്രീകാന്ത്, ഹരീഷ്, എല്ലാ ആക്ടേഴ്സായിട്ട് വന്ന എല്ലാവരും. ഹരീഷൊക്കെ എനിക്കത് ഹൃദേശ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ ഹൃദേശിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായി. 24 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തീർന്നത്. ഇതിനകത്ത് സീനിയേഴ്സ് ഇല്ലായിരുന്നു, ജൂനിയേഴ്സ് ഇല്ലായിരുന്നു, ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ കൂട്ടുകാർ. സിനിമ തീർന്നിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത കുറേ നല്ല സുഹൃത്തുക്കൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടി ഒരു മണിക്കൂർ കൂടി പിരിയാം എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ പ്രശാന്തിനൊക്കെ എവിടെ പോകണമായിരുന്നു, ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി. ശ്രീകാന്ത് മിസ് ചെയ്തല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് കാണാൻ പോയി? കവര് കാണാൻ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ പോയിട്ട്, ഞാനൊരു പാർട്ടിക്ക് പോലും പോകാത്ത ഒരാളാണ്, പക്ഷെ എല്ലാവരും കൂടെ പാതിരാത്രി ഞാൻ ഓർഗനൈസ് ചെയ്തതാണ്. വെളുപ്പിന് 4-5 മണി വരെ കവര് കണ്ട് അത്രയും ഒരു ഇമോഷണലായ ഒരു ബന്ധമുള്ള ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി. ഓരോരുത്തരും അത് പറയും. 1.5 മണിക്കൂറേ ഉള്ളൂ, ചെറിയ സിനിമയാണ്. നമുക്ക് സാറിൻ്റെ കളങ്കാവൽ പോലെയുള്ള ചിത്രത്തിനോടൊപ്പം ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല. പക്ഷെ ഒരു കഥ പറയാനുള്ളൊരു ശ്രമം, നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വന്നിട്ടുള്ള കുറച്ച് പേര് ചേർന്ന് നടത്തുന്ന ഒരു ശ്രമം, മലയാളികൾ തീരെ കാണാതെ പോകരുത്, വന്ന് സിനിമ കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സാധാരണ ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിനെ വിശ്വസിച്ച് വന്ന കുറേ പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ, അതിനുശേഷം നിങ്ങൾ എന്ത് വിധി വേണേ പറഞ്ഞോ, പക്ഷെ ഒരിക്കൽ അത് കാണാൻ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കണം. റൈഡ് എന്നാണ് സിനിമയുടെ പേര്. താങ്ക് യു. സബ്ജക്റ്റ് കേട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു 1 ലൈനർ ആണ് ആദ്യം കേട്ടത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ മലയാളം അത്ര കണ്ട് വശമില്ലാത്ത റൈറ്ററും ഒട്ടും അറിയാത്ത റൈറ്ററും നന്നായിട്ട് അറിയാൻ വയ്യാത്തൊരു ഡയറക്ടറും ഒക്കെ ചേർന്നിട്ട് എങ്ങനെ ഈ സിനിമ ഉണ്ടായി എന്നുള്ളതൊക്കെ ആയിരിക്കും ഡൗട്ട്സ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് അതിൻ്റെ ടോട്ടൽ പ്രോസസ്സിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ സിനിമയിൽ സംഭവിക്കൽ വളരെ വളരെ റിയറാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക്ഷോപ്സ്, എല്ലാവരും ഒരുമിച്ച് ഉള്ള യാത്രകൾ, ഷൂട്ടിംഗ്, ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ്, ആ ഒരു വ്യത്യസ്തത തന്നെയായിരുന്നു, ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഇങ്ങനത്തെ ഒരു കഥ, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫും പിന്നെ എക്സ്പെരിമെൻറ്റും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസും, എപ്പോഴും അങ്ങനെ ഒരു റോള് കിട്ടണം എന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനൊരു പടത്തിൻ്റെ ഓഫർ വന്നപ്പോൾ തന്നെ ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ലായിരുന്നു എന്തായിരിക്കും കഥ. കേട്ടുകഴിഞ്ഞപ്പോൾ കഥയാണ് നമ്മളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഈ പടത്തിൻ്റെ ഒരു ഭാഗമാണെന്നോ അങ്ങനെ ഒരു ഫീല് തന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ്. പിന്നെ ശരിയാണ്, ഒരു ചെറിയ പടമാണ്, നമുക്ക് വലിയൊരു ബഡ്ജറ്റൊന്നും ഇല്ല, പക്ഷേ ഇതിൽ നല്ല ഏർണസ്റ്റ്നെസ് കൂടെയാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. വി ആർ എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റേറ്റ്. ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അങ്ങനെ നെപ്പോട്ടിസമോ അതോ ബഡ്ജറ്റോ അതോ മാർക്കറ്റിങ്ങോ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല കഥ. ഈ സിനിമ വിജയിക്കണം എന്ന് പറയുന്ന ഒറ്റ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത്. ഫ്യൂ റീസൺസ്. ആദ്യത്തെ, അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് മലയാളത്തിൽ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്, അത് വെറുതെ ഒരു സിനിമ ചെയ്യാമെന്നല്ലാതെ അവർക്കൊരു കഥ കേട്ടപ്പം ഓക്കെ മലയാളത്തിൽ ചെയ്യാമെന്ന് തോന്നാൻ കാരണം ബിക്കോസ് മലയാളത്തിൽ അത്രയും നല്ല കണ്ടന്റ്, നല്ല സിനിമകൾ ഇവിടെ ഈ ഒരു കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തുനിന്ന് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഇൻഡസ്ട്രിയും ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. അപ്പം ഇവിടെ അവർ സിനിമ ചെയ്യാൻ വന്നതും അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി താങ്ക്ഫുൾ ടു ദ ഹോൾ ടീം. Darpan, Suhas, Ritesh, Reena, Baba,
Vikasi, thankful, and this movie should win. Be successful. We had a lot of fun on set. ഒരു പുതിയ ഒരാളാണ് എന്നുള്ളൊരു തരത്തിലും അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചില്ല. സജഷൻസ് ഒക്കെ എന്നോട് ചോദിക്കായിരുന്നു. ഞാൻ എന്താ പറയുക, നിങ്ങളൊക്കെ തന്നെ പറയും. എന്നാൽ പോലും അതിനുള്ളൊരു ഫ്രീഡം തന്നു, ഒരു സ്പേസ് തന്നു. അതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ അത്രയും ഫ്രീഡം ഒക്കെ എടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Baba. And then immediately Darpan came on board. He loved the idea, the script, and he said he would want to produce it. And he was even happier that it's going to be in Malayalam. And I think he was excited to do it because it was Malayalam. And within 1 month, we were in Kerala doing the recce for the film and meeting our wonderful cast. And I think the story of this film has been the hero. All of us are doing it because we love the story and the idea. And the story has made itself. We have not really done anything. We have just supported the momentum that the story created. So, thank you.